രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിശോധനയ്ക്കായി തിരുവല്ല ആശുപത്രിയിൽ എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാവേലിക്കര കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോൾ തന്നെ വലിയ തോതിൽ പ്രതിഷേധം ഇയാൾക്ക് നേരെ ഉയർന്നിരുന്നു. പിന്നീട് തിരുവല്ലയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പലതവണ പോലീസ് വാഹനത്തിന് നേരെ, രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ചീമുട്ട ഏറ് ഉണ്ടായി. വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പക്ഷേ ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്ന മട്ടിൽ ചിരിയോടുകൂടി രാഹുൽ മാങ്കൂട്ടം ഒരു ജേതാവിനെ പോലെ ജയിലിൽ നിന്നിറങ്ങി പോലീസ് വണ്ടിയിലേക്ക് കയറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ച് പത്തനംതിട്ടയിലെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ അടക്കമുള്ളവർ രംഗത്ത് വരികയാണ്. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് ഇയാളിപ്പോൾ ജയിലിലേക്ക് പോയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമാനമായ രീതിയിൽ ഇനിയും പരാതികൾ ഉയർന്നു വരാനുള്ള സാധ്യതകൾ നിരവധിയാണ്. അതിജീവിതകൾക്ക് വലിയ തോതിലുള്ള ആത്മവിശ്വാസം പകർന്നുകൊണ്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരും കേരള പോലീസും സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയൊക്കെ ആയിട്ടും MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതുമാത്രവുമല്ല, കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഇന്നലെ ജയിലിൽ രാഹുൽ മാങ്കൂട്ടത്തെ കാണാനെത്തിയിരുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ട കാഴ്ചയാണ്. ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ ഇയാൾക്ക് പിന്തുണ നൽകാൻ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാത്ത, ഉളുപ്പില്ലാത്ത ഒരു പറ്റം നേതാക്കൾ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത്തരത്തിൽ നിരന്തരമായ പരാതികൾ ഉയർന്നു വരുന്ന ഒരാൾക്ക് സംരക്ഷണം നൽകാനും അയാൾ എന്തോ മഹത്തായ കർമ്മം ചെയ്തു എന്ന മട്ടിൽ അതിനെ പ്രകീർത്തിക്കാനും ഒരു വൈഷമ്യവും ഇല്ലാത്ത ഒരു പറ്റം നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിൽ അവശേഷിക്കുന്നു. പ്രതികരിക്കണമെന്ന് തോന്നുന്നവർക്ക് പക്ഷേ പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഏതെങ്കിലും ഒരു നേതാവ് പ്രതികരിച്ചാൽ അവരെ സൈബർ സംഘത്തെ കൊണ്ട് അതിക്രൂരമായി വേട്ടയാടുന്ന ഒരു കഴുകനായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികൾ മാറുന്നു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ പോലും ചില യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ച് എന്തുമാത്രം അസഭ്യം പറയുന്നു എന്നുള്ളതാണ്. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായി വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലേക്ക് ഈ സംഘം മാറിയിരിക്കുന്നു. വനിതകളടക്കം കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു നേതാവ് ഇവർക്കെതിരെ പ്രതികരിക്കാൻ ഭയപ്പെടുന്നു എന്നുള്ള അങ്ങേറ്റം ദയനീയമായ ഒരു സാഹചര്യമുണ്ട്. KC വേണുഗോപാലിൻ്റെ ഭാര്യ ഈ കാര്യത്തിൽ ഒരു പ്രതികരണം ഇട്ടിട്ട് അല്പസമയത്തിനകം തന്നെ അത് പിൻവലിക്കേണ്ടി വന്നു. ഉമാ തോമസ് അടക്കമുള്ള നേതാക്കൾ, യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ, ഇവർക്കൊന്നും തന്നെ പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൈബർ സംഘം മാറുന്നു എന്നുള്ളതാണ്. എന്ത് വൃത്തികേട് ആർക്കെതിരെയും വിളിച്ചു പറയാൻ ഒരു ഉളുപ്പുമില്ലാത്തവന്മാരുടെ ഒരു കൂട്ടായ്മയായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഘം കേരളത്തിൽ മാറുന്നു. അതിന് പിന്തുണയ്ക്കാൻ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ ഉണ്ട് എന്നുള്ളത് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ തിരുവല്ലയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. ഇടവേള. രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോൾ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നു. അല്പസമയത്തിനകം തിരുവല്ല കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ എത്തിക്കും. അവിടെയാണ് ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഒപ്പം തന്നെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യം SIT കോടതിക്ക് മുന്നിൽ വെക്കും. രാഹുൽ മാങ്കൂട്ടം പോലീസ് വാഹനത്തിലേക്ക് കയറുകയാണ്. അവിടെയും പ്രതിഷേധം ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ മാവേലിക്കര കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന വേളയിലും DYFI അടക്കമുള്ള യുവജന സംഘടനകൾ അതിശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. എന്നിട്ട് പോലും രാഹുലിന് അതൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ അവസാന നിമിഷം അയാളുടെ മുഖത്തെ ചിരി മായുന്നത് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. രാവിലെ ജയിലിൽ നിന്ന് ഇറങ്ങി ഈ തിരുവല്ല ആശുപത്രിയിൽ എത്തുന്നവരെയും രാഹുൽ മാങ്കൂട്ടം ചിരിച്ചുകൊണ്ട് ഈ സമൂഹത്തെ നേരിടുകയാണ്. നീയൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല സമൂഹമേ, പൊതുജന സമൂഹമേ എന്നാണ് ആ ചിരിയിലൂടെ ഇയാൾ ഈ നാടിനെ അഭിസംബോധന ചെയ്യുന്നത്. നിനക്കൊന്നും ഞങ്ങളെ ഒന്നും ചെയ്യാൻ, എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് പിന്നിൽ ഒരു വലിയ സംഘമുണ്ട്. സാമ്പത്തികമായി സഹായിക്കാൻ, രാഷ്ട്രീയമായി സഹായിക്കാൻ, നിയമപരമായി സഹായിക്കാൻ ഒരു വലിയ സംഘം തനിക്ക് പിന്നിലുണ്ടെന്ന ധാർഷ്ട്യമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന സൈക്കോപാത്തിൻ്റെ മുഖത്ത് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും നേരിട്ടിട്ടില്ലാത്ത അപമാനത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും
ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ പുച്ഛത്തോടുകൂടി ആ പ്രതിഷേധക്കാരെ നോക്കിയപ്പോൾ അതിശക്തമായ പ്രതികരണമാണ് ഉണ്ടായത്. വളരെ കൃത്യമായി തന്നെ അവിടെ പ്രതിഷേധം ഉയർന്നു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാവിലെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വലിയ തോതിലുള്ള പ്രതിഷേധം തിരുവല്ലയിലും മാവേലിക്കരയിലും അടക്കം നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. മാവേലിക്കര കോടതിയിൽ നിന്ന് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേളയിൽ തന്നെ ഡിവൈഎഫ്ഐ അതിശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. പിന്നീട് വഴിനീള ഏറ്റാണ് ഈ രാഹുൽ മാങ്കൂട്ടം തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയത്. അവിടെയും ശക്തമായ പ്രതിഷേധം. പക്ഷേ അയാളുടെ മുഖത്തെ ചിരിക്ക് മാറ്റമൊന്നുമില്ല. അവസാനം ഡിവൈഎഫ്ഐയുടെ അടക്കം മറ്റ് യുവജന സംഘടനകളുടെ അടക്കം പ്രതിഷേധം നേരിട്ടപ്പോഴാണ് നമുക്കിപ്പോഴും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കോടതിയിലേക്ക് ഇയാളെ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിശക്തമായ പ്രതിഷേധമാണ് രാഹുലിനെതിരെ എങ്ങും ഉയരുന്നത്. അല്പസമയത്തിനകം തിരുവല്ല കോടതിയിലേക്ക് ഇയാളെ എത്തിക്കും. SIT കസ്റ്റഡിയിൽ വാങ്ങണമെന്ന അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. ഇയാളുടെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലെ ഒരു യുവജന നേതാവോ ഒരു രാഷ്ട്രീയ നേതാവോ നേരിട്ടിട്ടില്ലാത്ത അപമാനത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും ഈ സമൂഹത്തിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നത്